എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. നമുക്കിനി വായിക്കാനുള്ളത് സ്കന്ധം 4 തന്നെയുള്ള 12ാമത്തെ അധ്യായം. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാദശോऽധ്യായഃ. മൈത്രേയോ വാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശസാം അഭേദമന്യും ഭഗവൻ ധനേശ്വരഃ തത്രാഗതശ്ചാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോऽഭ്യവദത് കൃതാഞ്ജലിം. ധനദൗ വാചാം ഭോ ക്ഷത്രിയതായാതാം പരിതുഷ്ടോऽസ്മി തേ അനഘഃ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജഃ ന ഭവാനവദീക്ഷ്യന്നം യക്ഷാഭ്രാതരം തവാം കാലയേവ ഹി ഭൂതാനാം പ്രഭുരഭ്യയഭാവയോഃ അഹം ത്വമിത്യപാർത്ഥാദീം അജ്ഞാനാത് പുരുഷസ്യ ഹീം സാപ്നീം വവാത്യദധ്യാനാം അദ്യയാം ബന്ധവിപര്യയൗ തദ്ഗച്ഛ ധ്രുവഭദ്രം ദേ ഭഗവന്തമദോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്സു ഭജനീയാംഗ്രീം അഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്ത്യാം ഗുണമയ്യാത്മമായയാം വൃണീഹി കാമം നൃപ യന്മനോഗതം മത്തസ്ത്വമൗത്തഭാനേദാശം വിശങ്കിതഃ വരം വരാർഹോ അംബുജനാഭപാദയോരനന്തരം ത്വാം വയമംഗസുശ്രുമഃ. മൈത്രേയോ വാചാം സ്വരാജരാജേന വരായ ജ്യോതിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതീം ഹരൗ സവവ്രേ ചലിതാം സ്മൃതിം യയാം തരത്യയത്നേന ദുരത്യയം തമഹാം തസ്യ പ്രീതേന മനസാം താം ദത്വേടവിടസ്തദഃ പശ്യതോ അന്തർദേസ്തോഭി സ്വപുരം പ്രതിപദ്യതഃ അദായ ജതയജ്ഞേശം ക്രതോഭിർഭൂരി ദക്ഷിണൈഹാം ദ്രവ്യക്രിയാം ദേവതാനാം കർമ്മഫലപ്രദം സർവാത്മന്യാച്യുതേ സർവേ തീവ്രൗകാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം എനിരേപിതരം വ്രജാഃ. ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസക്ഷിതിമണ്ഡലം ഭോഗൈ പുണ്യക്ഷയം കുർവൻ അഭോഗൈരശുഭക്ഷയം ഏവം ബഹുസവം കാലം മഹാത്മാ വിജലേന്ദ്രിയാം ത്രിവർഗൗ വൈകം നീത്വാം പുത്രായാഥാൻ നൃപാസനം മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്ന ഗന്ധർവനഗരോപമം ആത്മസ്ത്രഭ്യത്യ സുഹൃദോം ബലമൃദ്ധഘോഷാന്തപുരം പരിവിഹാര ഭുവശ്ചരമ്യാഃ ഭൂമണ്ഡലം ജലധി മേഖലമാകലയാം കാലോപസൃഷ്ടിമിതി സപ്രയയോ വിശാലാം തസ്യാം വിശുദ്ധകരണ ശിവവാൻഗികാഹ്യാം ബദ്ധ്വാസനം ജിതന്മരുമനസാം ഹൃദാക്ഷകാം സ്ഥൂലേ ദദാര ഭഗവൽ പ്രതിരൂപയേതൻ ധ്യായാം തദവ്യവഹിതോ വ്യസജന്മാദൗ ഭക്തിം ഹരോ ഭഗവതീം പ്രവഹന്നജസ്രാമാനന്ദബാഷ്പകലയാം മുഹുരർദ്ധ്യമാനാം വിക്ലിദ്യമാന ഹൃദയാം പുളകാജിതാംഗോം ആത്മാനമസ്മദവാദിമുത്തലിംഗാം സദദർശ വിമാനാഗ്ര്യാം നഭസ്സോവദരാൽ ധ്രുവാം വിഭ്രാജയദ്ദശദിശോ രാഗാപതിമിവോദിതം തത്രാനുദേവ പ്രവരോ ചതുർഭുജോ ശ്യാമോ കിശോരാ വരുണാംബുജേക്ഷണോ സ്ഥിതാവാഷ്ടഭ്യഗതാം സുവാസസോ കിരീടഹാരാംഗദചാരുകുണ്ടലാം വിജ്ഞായ താവുത്തമകായ കിങ്കരാം വിദ്യുദ്ധിതം സാധ്വസവേ സ്മൃതക്രമഃ നവനാമനാമാനി ഗൃണന്മദുദ്ദിശാം പാർഷൽ പ്രധാനാം വിധി സംഹതാഞ്ജലി തം കൃഷ്ണവാദാന്വിഷ്ടചേതസാം ബദ്ധാഞ്ജലിം പ്രസ്രയണമക്രന്ദരം സുനന്ദനന്ദാവുപസ്യത്യ സസ്മിതം പ്രത്യൂച്ഛതും പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദാവൂജതോ ഭോ രാജൻ സുഭദ്രം ദേ വാചം നോ വിഹിതശൃണും യ പഞ്ചവർഷസ്തപസാം ഭവാൻ ദേവമതി ത്രിപദ
ഗ്രസ്യാഖില ജഗൽധാതുരാവാം ദേവസ്യ ശർഗിണകാം പാർഷദാവിക സംപ്രാപ്തോ നേതും ത്വാം ഭഗവത്പദം സുദുർജയം വിഷ്ണുപദം ജിതം ദ്വയാം യൽ സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടചത്രന്തവാഗരാധയോ ഗ്രഹർഷതാരാം പരിയന്തി ദക്ഷിണം അനാസ്ഥിതം ദേ പ്രതിഭ്രിനൈരഭ്യംഗ്യകർഹിചിത് ആദിഷ്ടജഗതാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം ഏതദ്ദുമാനപ്രവരമുത്തമശ്ലോകമൗലിനാം ഉപസ്ഥാപിതമായുഷ്മന്നതിരോടും ത്വമർഹസി. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ ധ്രുവന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ധ്രുവൻ യുദ്ധം ചെയ്തു. എന്തിനു വേണ്ടി? തൻ്റെ സഹോദരനെ കൊന്ന് യക്ഷന്മാരോട് യുദ്ധം ചെയ്തു. അപ്പോൾ യുദ്ധം, ഈ ക്ഷത്രിയന്മാർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. അവർക്ക് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഇവിടെ ധ്രുവൻ തൻ്റെ മുത്തശ്ശൻ വന്ന് പറഞ്ഞു കേട്ടപ്പോൾ, മുത്തശ്ശൻ വന്ന് യുദ്ധം ചെയ്യേണ്ട, മതിയാക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ന്യായങ്ങൾ എന്താണെന്ന് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടപ്പോൾ ധ്രുവൻ അനുസരിച്ചു. അപ്പോൾ ധ്രുവൻ നോക്കൂ, നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാർ ആരെങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? മുത്തശ്ശന്മാർക്ക് എന്തുകൊണ്ടാണ് മുത്തശ്ശന്മാർ പറയുന്നത് നമ്മൾ കേൾക്കണം എന്ന് പറയുന്നത്? അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ജീവിതം കണ്ടവരാണ് അല്ലേ? അവർക്ക് കൂടുതൽ ജീവിതത്തിന്റെ എന്തൊക്കെയാണ് തെറ്റും ശരിയും മനസ്സിലായവരാണ്. എന്തൊക്കെയാണ് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതെന്നൊക്കെ അവര് അനുഭവത്തിലൂടെ പഠിച്ചവരാണ്. പണ്ടൊക്കെ ഏതൊരു വീട്ടിലും മുത്തശ്ശൻ പറയുന്നതിനായിരിക്കും. അന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ മുതിർന്നവർ പറയുന്നതാണ്. എവിടെയായാലും ഏത് രാജ്യത്തായാലും മുതിർന്നവർ പറയുന്നതിനാണ് വില കൽപ്പിക്കുക. ഇപ്പോൾ ഇന്നൊക്കെ പഞ്ചായത്തല്ലേ, അതുപോലെ ഒരു പഞ്ചായത്ത് അന്നും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? വൃക്ഷങ്ങളുടെ ചുവട്ടില് ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അതിലൊരു ഗ്രാമ മുഖ്യനൊക്കെ ഉണ്ടാവും. ഒരു വൃക്ഷത്തിന്റെ ചോട്ടില്, മിക്കവാറും ആൽവൃക്ഷത്തിന്റെ ചോട്ടില് സഭ കൂടും എല്ലാവരും. എന്നിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാനും ആ പ്രശ്നങ്ങളുടെയൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സഭ കൂടുന്നത്. അപ്പം അതിൽ ആരുടെ അഭിപ്രായങ്ങൾക്കാണ് വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? പണ്ടത്തെ സിനിമയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റിയെന്ന് വരും. ഇപ്പൊ തീർത്തും ആരും അതിനെ പരിഗണിക്കുന്നില്ല. ഇപ്പൊക്കെ എന്താണ്, ഇപ്പൊ മുത്തശ്ശന്മാരൊന്നും ഇല്ല വീട്ടില്. അവരൊക്കെ എവിടെയാ? വല്ല വൃദ്ധസ്ഥാനത്തിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നാട്ടിലായിരിക്കും. മക്കളൊക്കെ സിറ്റിയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് മുത്തശ്ശന്മാരോടൊന്നും ചോദിക്കാനും പറയാനോ മുത്തശ്ശന്മാരിൽ നിന്ന് ഒരു അറിവ് കിട്ടാനോ ഉള്ള വഴിയില്ല നമ്മുടെ മക്കൾക്കും. അപ്പൊ അതുകൊണ്ട് എന്താവുകയാണ്? ആ ഒരു വിലയേറിയ നഷ്ടമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധ്രുവൻ അങ്ങനെ ആയിരുന്നില്ല. മുത്തശ്ശൻ വന്നിട്ട് ധ്രുവനോട് പറയാണ്, ധ്രുവനോട് യുദ്ധം നിർത്തലാക്കാം. അപ്പൊ എവിടെയൊക്കെ യുദ്ധം ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണ്ട, ഈ ഒരു അറിവ് ആർക്കുണ്ടായില്ല? ധ്രുവനുണ്ടായില്ല. അപ്പൊ ധ്രുവൻ രാജാവാണ്, എല്ലാം അറിയാം. പക്ഷെ എന്താണ്, എന്തൊക്കെ അറിഞ്ഞാലും പണ്ടൊക്കെ നോക്കൂ, രാജാക്കന്മാർക്ക് വരെ ഉപദേശം കൊടുത്തിരുന്നത് ആരാ? മഹർഷിമാരാണ്. ഇപ്പൊ നോക്കൂ, ശ്രീരാമന്റെ കാലത്ത് ശ്രീരാമന്റെ അച്ഛനായ ദശരഥനും ഒക്കെ ആരാണ് ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നത്? വസിഷ്ഠ മഹർഷിയാണ് അവിടെ അല്ലേ? പിന്നെ വിശ്വാമിത്ര മഹർഷി. അങ്ങനെ മഹർഷിമാരാണ് രാജാക്കന്മാർക്ക്. ഈ നമ്മുടെ ശങ്കരാചാര്യരുടെ കാലത്തും അങ്ങനെയായിരുന്നു. പല രാജാക്കന്മാരും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം തേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് എല്ലാ അറിവുകളും ഉണ്ടെങ്കിലും നമുക്ക് ആത്മീയമായ അറിവ് വേണമെങ്കിൽ അതുകൂടി ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു മനുഷ്യനായി ജീവിച്ച് എന്താണെന്ന് പറഞ്ഞ പുനർജന്മമില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ജന്മം തന്നെ മോക്ഷത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾക്ക് ഇനിയൊരു പുനർജന്മം വേണ്ട എന്ന് നമ്മൾ ഇനിയും ജനിക്കുന്നത് ജനന മരണ ചക്രത്തിൽ കടന്ന് തിരിയാതെ, മരണ ചക്രത്തിൽ കിടന്ന് തിരിയുന്നത് എന്തുകൊണ്ടാണ്? ആത്മസാക്ഷാത്കാരം കിട്ടാത്തത് കൊണ്ടാണ്. എന്താണ് മരണം എന്നറിയാത്തവനാണ് വീണ്ടും ജനിക്കുക. അപ്പൊ മരണത്തെ മനസ്സിലാക്കി മരണത്തെ നമുക്ക് നന്നായി സ്വീകരിക്കാൻ കഴിയാനും അതുപോലെ ഇനിയൊരു ജന്മം ഇല്ലാതിരിക്കാനും കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് ജന്മം കിട്ടുക. അപ്പൊ നമ്മൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് മോക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് വന്നാൽ നമുക്ക് ചീത്ത കർമ്മഫലങ്ങളൊന്നും ഇല്ലാണ്ടായാൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അടുത്ത ജന്മം ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനോ നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതൊക്കെ നമ്മുടെ മുജ്ജന്മ കർമ്മ ഫലം അനുസരിച്ച് കിട്ടുന്നതാണ്.
ഇപ്പോ ഒരാൾക്ക് അവര് അതായത് ചിലപ്പോൾ കാലത്തിലൊക്കെ മക്കളൊക്കെ മരിച്ചു പോകുക അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ അതെന്താണ്, കഴിഞ്ഞ ജന്മത്തെ ആയിരിക്കാം. അപ്പൊ അത് കിട്ടി, ഇനിയെങ്കിലും ഒരു ജന്മം ഇല്ലാതാക്കാനാണല്ലോ അപ്പൊ നമ്മൾ നോക്കേണ്ടത്. അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അടുത്ത ജന്മം എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ജന്മത്തിൽ ശ്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ധ്രുവൻ അതുപോലെ ധ്രുവനോട് മുത്തശ്ശനെ ഉപദേശിച്ചപ്പോൾ ധ്രുവൻ 36,000 വർഷം രാജ്യം ഭരിച്ചൊരു ആളാണ്. ധ്രുവൻ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി. വായുപുത്രിയായ ഭൂമിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ പിന്നെ വേറൊരു പെൺകുട്ടിയെ കൂടി കല്യാണം കഴിച്ചു. അങ്ങനെ അവരിലൊക്കെ 2-3 അതായത് ഉൽക്കലൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ 36,000 വർഷം വളരെയധികം ജനങ്ങളെ നന്നായിട്ട്, പ്രജകളെ നന്നായി പരിപാലിച്ചുകൊണ്ടുള്ള ഭരണമൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ യക്ഷനോടുള്ള ചെയ്തത് തെറ്റാണെന്ന്, യക്ഷന്മാരോട് യുദ്ധം ചെയ്തത് തെറ്റാണെന്ന് ആര് വന്ന് പറഞ്ഞു? സ്വയംഭൂ മനു വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ തോന്നുകയാണ് എല്ലാം ശരിയാണ്, നമ്മളല്ല ഒന്നും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ എൻ്റെ സഹോദരനെ വധിച്ചതുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോയതെന്ന് പറയുമ്പോൾ, നിന്റെ സഹോദരനെ യക്ഷൻ വധിച്ചെങ്കിൽ ഒരാളല്ലേ യക്ഷനെ വധിച്ചത്, അല്ല ഒരു യക്ഷനല്ലേ നിന്റെ സഹോദരനെ വധിച്ചത്. അപ്പൊ ആ യക്ഷനെ മാത്രമല്ലേ നീ കൊല്ലാൻ പാടുള്ളൂ, മറ്റുള്ളവരെയൊക്കെ എന്തിനാണ് നീ കൊല്ലുന്നത്? യക്ഷവംശത്തെ തന്നെ നീ എന്തിനാണ് ദ്രോഹിക്കുന്നത്? അത് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് യുദ്ധധർമ്മങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? മുത്തശ്ശൻ വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ നീ ചെയ്യരുത്, നമ്മുടെ കുലത്തിന് നാശം വരും, നിന്റെ മക്കളുടെ മക്കൾക്കൊക്കെ അതിന്റെ ശാപം കിട്ടും, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണെന്നും നിന്റെ സഹോദരന് അത്രയ്ക്കേ ആയുസുള്ളൂ, അവൻ ചെയ്ത കർമ്മഫലമാണ് അവൻ അനുഭവിക്കുന്നത്, അവന്റെ അമ്മ ചെയ്ത കർമ്മഫലമൊക്കെയാണ് അവൻ അനുഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നീ അതിലൊന്നും വിഷമിക്കേണ്ട, ആരും എന്ത് ചെയ്യുന്നതും എല്ലാം ഈശ്വര പ്രേരിതമാണ്, ഒന്നും നമ്മളല്ല ചെയ്യുന്നത് എന്നുള്ള വിചാരം. നമ്മൾ ചെയ്യണു എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? അഹങ്കാരം വരുന്നതും അതുകൊണ്ട് ടെൻഷൻ വരും. അപ്പൊ നമ്മളല്ല ചെയ്യുന്നത്, അതുപോലെ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ സ്വയംഭൂ മനുവിന്റെ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉപദേശം കുറെ കേട്ടപ്പോ, ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ധ്രുവന് തോന്നുകയാണ് ശരിയാണിത്. അപ്പൊ ധ്രുവൻ തന്റെ മുത്തശ്ശന്റെ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും ധ്രുവൻ എന്ത് ചെയ്യാണ്? വീണ്ടും തപസ്സിന് പോവുകയാണ്. അപ്പോ മുത്തശ്ശൻ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ധ്രുവന് തോന്നി ശരിയാണ്, കുറെ കാലം നന്നായിട്ട് രാജ്യം ഭരിച്ചു, എല്ലാം ചെയ്തു, അപ്പൊ നമ്മളല്ല ഒന്നും ചെയ്യുന്നത് എന്നുള്ള ആ ഒരു അഹങ്കാരമില്ലായ്മയിലേക്ക് വീണു. അപ്പൊ ആദ്യം ധ്രുവൻ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തത്? എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ വേണ്ടി. അപ്പൊ അതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അന്നേ പറഞ്ഞു ഞാൻ മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പൊ ഇനി മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വീണ്ടും ധ്രുവൻ എന്ത് ചെയ്യണം? തൻ്റെ മകനെ, അതായത് മൂത്ത മകനാണല്ലോ രാജ്യം കൊടുക്കുക, അങ്ങനെ തൻ്റെ മകനെ രാജാവായി വാഴിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ്? തപസ്സിന് വേണ്ടി പോകണതാണ്. അങ്ങനെ നോക്കൂ, അപ്പൊ നമ്മളെ ഈ ജന്മ ഇല്ലാതാക്കുക, അപ്പൊ നമ്മൾ ഇനിയൊരു പുനർജന്മം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തപസ് ചെയ്ത് നമ്മുടെ ആ മനസ്സിൽ നമ്മൾ ഈശ്വരൻ മാത്രമായിട്ട്, സച്ചിദാനന്ദം എന്ന് പറയില്ലേ, അതിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഒരു മരണഭയമൊക്കെ മാറുള്ളൂ. ഇപ്പൊ ഭാഗവതം തന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഭാഗവതത്തിൽ പ്രധാന കാര്യം എന്തായിരുന്നു? ഇതൊക്കെ ആർക്കാ പറഞ്ഞു കൊടുക്കണത്? ഭാഗവതം ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷത്തിന് വേണ്ടിയാണ് അല്ലേ? ആദ്യം ഒരു സപ്താഹങ്ങൾ പലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഭാഗവതത്തില് പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷത്തിന് എന്താ സംഭവിച്ചത്? പരീക്ഷത്തിനും ഒടുവ് എന്താ സംഭവിച്ചത്? തനിക്ക് കുറെ ഇങ്ങനെ ആവുമ്പോൾ നമ്മളെല്ലാം മറക്കും. പരീക്ഷത്ത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വരനെ കണ്ട ആളാണ്, ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആളാണ്, ധർമ്മത്തിൽ അധിഷ്ഠിതമായി രാജ്യം ഭരിക്കുന്ന ആളാണ്. എല്ലാം ആണെങ്കിലും ഒടുവാ അതായത് വെള്ളം ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത് മഹർഷി വിളിച്ചിട്ട് മിണ്ടിയില്ല, തപസ്സിലിരിക്കുകയായിരുന്നു. അപ്പൊ ആ ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു, ഒരു ദേഷ്യം പോലെ അങ്ങനെ എന്തോ അങ്ങനെ അബദ്ധത്തിൽ ചെയ്യാൻ തോന്നി. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നി? അദ്ദേഹത്തിന് ആ സമയം എടുത്തു. അപ്പൊ അത് എല്ലാത്തിനും ക്രോധമാണ് അവിടെ പ്രശ്നമായിട്ട് വന്നത്. ക്രോധം വന്നു, അങ്ങനെ ചെയ്തു. പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, പിന്നീട് എന്ത് ചെയ്യാണ്? മഹർഷിയുടെ മകൻ ശപിക്കുകയാണ്, നീ 7 ദിവസത്തിനുള്ളിൽ കക്ഷം കടിച്ചു മരിച്ചു പോകും, രാജാവല്ലേ, എല്ലാവരും സംരക്ഷിക്കേണ്ട ആളല്ലേ, അങ്ങനെയുള്ള ആളാണോ ചത്തപാമ്പിനെ എടുത്ത് എൻ്റെ അച്ഛൻ്റെ തലയിൽ ഇട്ടത്, അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ ഇട്ടത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 7 ദിവസം കൊണ്ട്
മരിച്ചു പോട്ടെ എന്ന്. നമ്മൾ 7 ദിവസം കൊണ്ട് മരിക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അല്ലേ? പരീക്ഷത്തിനും അതേപോലെ തന്നെ 7 ദിവസം കൊണ്ട് മരിക്കും എന്നറിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ വിചാരിച്ചു താൻ ചെയ്തത് തെറ്റാണല്ലോ, അതിനുള്ള ശിക്ഷയല്ലേ എനിക്ക് കിട്ടിയത്, സാരമില്ല, ഞാൻ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തപസ്സിന് പോവുകയാണ്. മരണഭയം ഇല്ലാണ്ടാക്കാനാണ് തപസ്സിന് പോയത്. അവിടെ വെച്ചാണ് ശ്രീ ശുഖബ്രഹ്മർഷിയെ കണ്ടുമുട്ടുന്നതും വേദവ്യാസ മഹർഷിയുടെ മകനായ ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നതാണല്ലോ ഈ നമ്മളിപ്പോൾ ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ശ്രീ ശുഖബ്രഹ്മർഷിയെ കണ്ടുമുട്ടുന്നതും അവിടെ വെച്ച് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുത്ത് പരീക്ഷത്തിന് മോക്ഷം കിട്ടിയെന്നും മരണം എന്താണെന്ന് മനസ്സിലായെന്നും മരണം ഭയം ഇല്ലാതായെന്നും അതാണ് നമ്മൾ ഈ ഭാഗവതം തന്നെ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പം ഭാഗവതം മെയിനായിട്ട് ഭാഗവതം പഠിക്കുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? മരണഭയം ആകാൻ വേണ്ടി തന്നെ. പിന്നെ മറ്റു കാര്യങ്ങളും ഉണ്ട് അതിൽ, പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ധൈര്യം, പിന്നെ ആഗ്രഹങ്ങൾ, നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ നല്ലൊരു ജീവിതം. ഇപ്പൊ ധ്രുവൻ 36,000 വർഷം നല്ലൊരു ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് നന്നായി രാജ്യം ഭരിച്ച് അങ്ങനെ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റികളും നമ്മൾ ചെയ്തു തീർത്ത് അങ്ങനെ ഒടുവിൽ നമുക്ക് ഭഗവാനിലേക്ക് ചേരാനായിട്ടുള്ള ആ മോക്ഷം. പുനർജന്മം ഇല്ലാതാവാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്, ആ മരണഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. മരണഭയം ഇല്ലാതായാലേ പുനർജന്മം ഇല്ലാതാവും. മരണം എന്ന് പറയുന്നത് നമ്മളല്ല മരിക്കുന്നതെന്ന്, നമ്മൾ ശരീരം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്ക് പോണു? ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ്. നമ്മൾ ഇനിയൊരു ജന്മമില്ലാത്ത വിധം ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാവില്ല. അപ്പൊ പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുനർജന്മം ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ പല ജനങ്ങൾക്ക് പല തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവുന്നതും പല കർമ്മഫലങ്ങൾ കൊണ്ടാണ് ഇവിടെ നമ്മൾ ഭൂമിയിൽ വരുന്നതും. അപ്പൊ ആ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ, അതായത് ധ്യാനം ചെയ്യുക, ഭാഗവതം വായിക്കുക, അറിവ് നേടുക. അങ്ങനെ പരിപൂർണമായ അറിവിനെയാണ് എന്ത് പറയുക? മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുക. അങ്ങനെ ആ പരിപൂർണമായ അറിവ് നേടിയതിനു ശേഷം നമ്മൾക്ക് മരണം എന്താണെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ മരണം ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്നും നമ്മൾ മോക്ഷത്തിലേക്കാണ് പോകണം, ഭഗവാനിലേക്കാണ് നമ്മൾ ലയിക്കുന്നതെന്ന് മനസ്സിലായ സസന്തോഷത്തോടെ നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനിൽ ലയിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണമല്ലോ. നമ്മൾ ധ്യാനം ചെയ്യുന്നു, നാമം ജപം ചെയ്യുന്നത് കൊണ്ടും, നമ്മൾ ഭാഗവതം വായിക്കുന്നത് കൊണ്ടും, സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടും, സത്സംഗത്തിന്റെ വീഡിയോകൾ കേൾക്കുന്നത് കൊണ്ടും, ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, പാദസേവനം, അത് കഴിഞ്ഞ് ഒടുവാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? സാഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞിരിക്കുന്നു. അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറയാം. ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ അവിടെ എത്തി നമ്മൾ ആരാണെന്നും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഭഗവാനാണെന്നും നമ്മൾ ശരീരം ഉപേക്ഷിച്ചാൽ നമ്മൾ ഭഗവാനിലേക്കാണ് ചേരുന്നതെന്നും നാം തന്നെ ഭഗവാന്റെ ഒരു അംശമാണെന്നും അപ്പൊ എല്ലാവരും ഭഗവാന്റെ അംശമാണെന്നും ഓരോരുത്തരെയും നമുക്ക് ഭഗവാനായി കാണാൻ ശ്രമിക്കുക. എല്ലാവരിലും നമുക്ക് ഭേദം കാണാൻ പറ്റാതാവുകയും സർവഭൂതങ്ങളിലും ഈശ്വരനെ കാണാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? ഭഗവത് ദർശനം, അതായത് മോക്ഷം. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ അവസ്ഥയിൽ എത്തുന്നതിനെയാണ് മോക്ഷം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്ന് നമ്മൾ പറയും. അതാണ് പുനർജന്മം ഇല്ലാതാവാനും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ധ്രുവന്റെ കഥയിൽ നിന്ന്